ओके നമുക്ക് स्टार्ट ചെയ്യാം. तो पहली इकाई का नाम क्या था? पहली इकाई झंडा ऊंचा रहे हमारा। झंडा ऊंचा रहे हमारा, ये था. तो इस इकाई से हम तो 2 पार्ट तो पढ़ चुके हैं. तो सबसे पहले एक कविता थी, मातृभूमि नामक कविता. तो दूसरा एक पत्र था, जवाबी पत्र, बेटी के नामक पत्र. तो कल रात हम तो ये पढ़ लिया था. तो आज हम तो इस इकाई का तीसरा पार्ट एक भाषण है, तो वो पढ़ेंगे. तो देख लें പേജ് നമ്പർ 22. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. നോക്കൂ, അവിടെ ഒരു ചിത്രമുണ്ട് അല്ലെ, ആസാദി കെ ഹസ്താക്ഷർ. तो आजादी मानी क्या है? फ्रीडम। फ्रीडम. आजादी के हस्ताक्षर, इसका मतलब क्या है? കയ്യൊപ്പ്, ഫ്രീഡത്തിന്റെ കയ്യൊപ്പ്. ഫ്രീഡത്തിന്റെ കയ്യൊപ്പ്. അതായത് നമുക്ക് നമ്മൾ ഇന്ത്യ സ്വതന്ത്രയാകാൻ പോകുന്നു, ആ ഒരു ഉടമ്പടിയുടെ ആ ഒരു നിമിഷമാണ് നമ്മളവിടെ കാണുന്ന ആ ഒരു പിക്ചർ. കണ്ടോ, നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ട്, നമ്മുടെ അല്ലെ, ഒത്തിരി ആൾക്കാർ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഉടമ്പടി ഒപ്പുവെക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആസാദി കെ ഹസ്താക്ഷർ. इसका मतलब वो है. तो अब तस्वीर के लिए एक अलग പാദ ടിപ്പണി ദേ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോ കൊടുത്തേക്കുന്ന ചിത്രത്തിന് ഇപ്പൊ അവിടെ കൊടുത്തേക്കുന്ന അടിക്കുറിപ്പ് എന്താണ്? ആസാദി കെ ഹസ്താക്ഷർ ആണ് ഓൾറെഡി കൊടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും പാദ ടിപ്പണി നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആസാദി കെ ഹസ്താക്ഷർ അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു അടിക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്കത് അത് തയ്യാറാക്കാം. ഓക്കെ, കേട്ടുവോ? കേൾക്കുന്നുണ്ടോ? ആ ടീച്ചർ കേൾക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. तो देख लें. तो वहां में कॉलम में कुछ लिखा गया है, तो देख लें. तो दशाब्दों की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 को भारत स्वतंत्र हुआ. 14 अगस्त की मध्यरात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी वो देखे. അപ്പൊ ഞാന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് ഇക്കായി എന്നുള്ളത് സ്വാതന്ത്ര്യ സമരവുമായിട്ടും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതില് ഫസ്റ്റ് വൺ ഒരു കവിതയായിരുന്നു, രണ്ടാമത്തത് ഒരു കത്തായിരുന്നു. ഇതൊക്കെ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആ സമയവുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയാ, അങ്ങനെയുള്ള പാഠങ്ങളായിരുന്നു. അപ്പൊ ഇത് ഒരു സ്പീച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യൂട്യൂബിലൊക്കെ ഇതിന്റെ ഒറിജിനൽ പിന്നെ സ്പീച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു സ്പീച്ച്, അത് ഇംഗ്ലീഷിൻ്റെതുകൊണ്ട് ഹിന്ദിയുടേതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ യൂട്യൂബ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. ഈ ഒരു സ്പീച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്കിപ്പോ പഠിക്കാനുള്ളത് ആ സ്പീച്ചിന്റെ ഫുൾ ഒന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ഫുൾ സ്പീച്ച് പഠിക്കണമെങ്കിൽ ഒത്തിരിയും പേജസ് ഉണ്ടാകും, അപ്പം ഒത്തിരി സമയവും വേണ്ടി വരും. അപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നടത്തിയ ആ ഒരു സ്പീച്ച് നോക്കൂ. ദശാബ്ദോं की कोशिशों और लाखों के बलिदानों के परिणाम स्वरूप 1947 को भारत स्वतंत्र हुआ. നമുക്കറിയാം, ദശാബ്ദങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ അവരുടെ ജീവൻ തന്നെ ബലി കൊടുത്തിട്ടുമൊക്കെയാണ്, അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് 1947 നമുക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഒരുപാട് നമ്മുടെ പൂർവികര് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. നമ്മളിപ്പോ അന്നലത്തെ ഒരു കത്തിൽ പഠിച്ചു അല്ലെ, ആ ഒരു ചക്രവർത്തിയുടെ അവസ്ഥയിലൊന്ന് ആലോചിച്ച് നോക്കൂ. റങ്കൂണിൽ കൊണ്ടുപോയി തടവിലിട്ടിട്ട് നമ്മുടെ ഭാരതത്തിലുള്ള
ആൾക്കാരെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ക്രൂര കൃത്യങ്ങളായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പൊ അതൊക്കെ സഹിച്ചും ഒരുപാട് സഹിച്ചിട്ടൊക്കെ പിന്നീടാണ് നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന ഒരു ചിന്താഗതി ഭാരതീയരുടെ മനസ്സിൽ ഉണ്ടായതും അതിനുവേണ്ടി പിന്നെ പരിശ്രമിച്ചതും. അങ്ങനെയാണ് 1857 ഒന്നാം ശിപ്പായി ലഹള അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് നടത്താൻ നമ്മൾ തീരുമാനിച്ചു. പക്ഷെ അത് എന്തായാലും നമുക്ക് അവരുടെ മുമ്പിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചത്, നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ അത് തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അല്ലെ, നമ്മളിപ്പം നമ്മൾ വീണ് കഴിയുമ്പോൾ നമ്മൾ പരാജയം ഏറ്റുവാങ്ങി പിന്നീട് നമ്മൾ പുറകോട്ട് പോയാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അത് തോൽവിയാണെങ്കിൽ പോലും പിന്നെയും ഒരുപാട് നമ്മൾ ആർജവം എടുത്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോയി. അങ്ങനെയാണ് ഒരുപാട് ആൾക്കാരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നോക്കൂ, 1947 ഓഗസ്റ്റ് 14 മധ്യരാത്രിയിലാണ് നമുക്ക് स्वातंत्र्यത്തിനുള്ള ആ ഒരു അനൗൺസ്മെന്റ് തന്നെ വരുന്നത്. നോക്കൂ, तो 14 अगस्त की मध्यरात्रि की वेला में पंडित जवाहरलाल नेहरू ने तिरंगा फहराते हुए देश से जो अपील की थी वो देखें. ഓഗസ്റ്റ് 14 ആ ഒരു മധ്യരാത്രിയിൽ എല്ലാവരും സുഖകരമായിട്ട് ഉറങ്ങുന്ന ആ ഒരു നിമിഷത്തിലാണ് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ने तिरंगा फहराते हुए, तिरंगा माने क्या है? फ्लैग, തിരങ്ക എന്ന് വെച്ചാൽ പതാകയാണോ? ट्राई कलर फ्लैग, ട്രൈ കളർ ഫ്ലാഗ്, ത്രിവർണ പതാക അല്ലെ. ആ നമ്മുടെ ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട്, ഫഹ്റാന മീൻസ് ഹോസ്റ്റ് ചെയ്യുക, ഉയർത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ അഭിസംബോധന ചെയ്തുള്ള ഒരു സ്പീച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു കുറച്ച് ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. നോക്കൂ, മേരെ ഭാരത്വാസി, നോക്കൂ, कई वर्षों पहले हमने नियति को मिलने का एक वचन दिया था और अब समय आ गया है कि हम अपने वचन को निभाए, पूरी तरह न सही लेकिन बहुत हद तक. आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. एक ऐसा क्षण जो इतिहास में बहुत ही कम आता है, जब हम पुराने को छोड़ नए की तरफ जाते हैं, जब एक युग का अंत होता है और जब वर्षों से शोषित एक देश की आत्मा अपनी बात कर सकती है. यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा और उससे भी बचकर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. तो अगला परिच्छेद है, इतिहास के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की और न जाने कितनी ही सदियां इसकी भव्य सफलताओं और असफलताओं से भरी हुई. चाहे अच्छा वक्त हो या बुरा, भारत ने कभी इस खोज से अपनी दृष्टि नहीं हटाई और कभी भी अपने उन आदर्शों को नहीं भूला जिसने इसे शक्ति दी. आज हम दुर्भाग्य के एक युग का अंत कर रहे हैं और भारत पुनः खुद को खोज पा रहा है. आज हम जिस उपलब्धि का उत्सव मना रहे हैं वह महज एक कदम है नए अवसरों के खुलने का. इससे भी बड़ी विजय और उपलब्धियां हमारी प्रतीक्षा कर रही है. क्या हम में इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझें और भविष्य की चुनौतियों को स्वीकार करें. भविष्य में हमें विश्राम करना या चैन से नहीं बैठना है, बल्कि निरंतर प्रयास करना है ताकि हम जो वचन बार बार दोहराते रहे हैं और जिसे हम आज भी दोहराएंगे उसे पूरा कर सके. भारत की सेवा का अर्थ है लाखों करोड़ों पीड़ित लोगों की सेवा करना. इसका मतलब है गरीबी और अज्ञानता को मिटाना, बीमारियों और अवसर की असमानता को मिटाना. हमारी पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाए. शायद ये हमारे लिए संभव न हो, पर जब तक लोगों की आंखों में आंसू है और वे पीड़ित हैं, तब तक हमारा काम खत्म नहीं होगा. और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सके.
वे सपने भारत के लिए हैं पर साथ ही पूरे विश्व के लिए भी है। आज कोई खुद को बिल्कुल अलग नहीं सोच सकता क्योंकि सभी राष्ट्र और लोग एक दूसरे से बड़ी समीपता से जुड़े हुए हैं। शांति को अविभाज्य कहा गया है, इसी तरह से स्वतंत्रता भी अविभाज्य है, समृद्धि भी और विनाश भी। अब इस दुनिया को छोटे छोटे हिस्सों में नहीं बांटा जा सकता। हमें स्वतंत्र भारत का महान निर्माण करना है जहां उसके सारे बच्चे रह सके। ജയ് ഹിന്ദ്. എന്തെങ്കിലും മനസ്സിലായോ? ഞാൻ ഈ ഒരു ലെസൺ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചോ? എന്തെങ്കിലും മനസ്സിലായി? അത്ര വളരെ ടഫ് ഒന്നുമല്ല അല്ലേ? നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ആ ഒരു സ്പീച്ച്. പേജ് ഒന്ന് മാറിപ്പോയി, ഞാനൊന്ന് എടുക്കട്ടെ. ഓരോരുത്തർ കയറുന്നതേ ഉള്ളൂ. 10 മണി എന്ന് പറയും 10:15 ആയിട്ടാ കയറുന്നത്. പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ പറയുന്ന കാര്യമായിരുന്നു. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. നോക്കൂ, मेरे भारतवासियों, तो ये तो अभिसंबोधन है ना? तो जवाहरलाल नेहरू अभिसंबोधन करते हैं. तो मेरे भारतवासियों माने क्या है? इसका अर्थ क्या है? പ്രിയപ്പെട്ട ദേശവാസികളെ. എന്റെ ഭാരതീയരെ അല്ലെ, എന്റെ ദേശവാസികളെ, അതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം, എപ്പോഴാണ് അദ്ദേഹം ഒരു സ്പീച്ച് നടത്തിയത്? ഏത് സമയത്തായിരുന്നു? 1947 ആഗസ്റ്റ് 14 രാത്രി. ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് അദ്ദേഹം ആ ഒരു സ്പീച്ച് നടത്തിയത്. കാരണം ആ ഒരു മധ്യരാത്രിയിലാണ് നമ്മൾ ഉടമ്പടി സൈൻ ചെയ്തത്. നമ്മളെ ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ട് പോകാം എന്നൊരു ഉടമ്പടി സൈൻ ചെയ്ത ആ സമയത്താണ് അദ്ദേഹം ദേശവാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സ്പീച്ചാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, മേരെ ഭാരത് വാസിയോ, देख लें, कई वर्षों पहले हमने नियति को मिलने का एक वचन दिया. ഒരു പതിറ്റാണ്ട് തന്നെ, ഒരു ദശാബ്ദം തന്നെ നമ്മുടെ ഇവിടെ ആരുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു അല്ലെ? 1857 നമ്മള് ഫസ്റ്റ് സമരം നടത്തി. എപ്പോഴാ സ്വാതന്ത്ര്യം കിട്ടിയത്? നമുക്ക് 1947 അല്ലെ? ഏകദേശം എത്ര വർഷം നോക്കൂ, 1-2 വർഷമൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾ അല്ലെ അവരിവിടെ നമ്മളെ ഭരിച്ചു. അപ്പോ കൈ വർഷം പെഹലെ ഹംനെ നിയതി കോ മിൽനെ കാ എക് വചൻ ദിയാ ഥാ. ये तो नियति माने क्या है? ഭാഗ്യം, ഭാഗ്യം. ഭാഗ്യം, അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷ്യം എന്ന് വേണമെങ്കിൽ പറയാം. तो कई वर्षों पहले हमने तो एक वचन दिया था. वचन देना माने क्या है? പ്രതിജ്ഞ. नहीं, वचन देना. प्रतिज्ञा तो ऐसा नहीं. नहीं, വചൻ ദേന, വാക്ക് കൊടുക്കുക എന്ന് പറയും. പ്രതിജ്ഞ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മളൊരു വാക്ക് കൊടുക്കുക എന്ന് പറയില്ലേ, നമ്മൾ പാലിക്കുക. നമ്മളൊരു വാക്ക് പാലിക്കുക എന്നൊക്കെ വെച്ചാൽ എന്തുവാണ്? നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു ഉറപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, നമുക്ക് അതിന് ചെയ്യാൻ പറ്റും എന്ന ഒരു വാക്ക് കൊടുക്കുക എന്ന് പറയും. അപ്പോ കൈ വർഷം പെഹലെ ഹംനെ നിയതിക്കോ മിൽനേക്ക എക്ക് വചൻ ദിയാ. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കും ഭാഗ്യം വന്നു ചേരും എന്ന ഒരു വാക്ക് നൽകിയിരുന്നു. ആര് നൽകിയിരുന്നു? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു മാത്രമാണോ? അല്ല. ആണോ? അല്ല. ഞാനത് പഠിപ്പിച്ചപ്പോ പറഞ്ഞായിരുന്നു, നമ്മൾ ഓരോ ഹിന്ദി സാഹിത്യ का इतिहास तो वो तो 4 कालों में व्यक्त किया गया था. तो उसका अंतिम काल है आधुनिक काल. तो आधुनिक काल के कई भेद होते थे. उस भारतेंदु युग, ദ്വിവേദി യുഗ്. ഈ ഭാരതീയന്തോ യുഗ്, ദ്വിവേദി യുഗ്, ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ശരിക്കും ആ ഒരു സ്വാതന്ത്ര്യം എന്താണെന്നും അതിനുവേണ്ടി നമ്മുടെ നേതാക്കന്മാർ മാത്രമല്ല, എല്ലാ മേഖലയിലുള്ള ആൾക്കാരും. കാരണം എന്താ പറയുക, അപ്പം ഒരുപാട് നിങ്ങൾക്ക് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് നേതാക്കന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? അപ്പൊ എല്ലാവരുടെയും ആ ഒരു രീതി ഒരേ രീതി. ചിലരൊക്കെ അഹിംസാവാദികൾ, ചിലർക്കൊന്നും അഹിംസയിലൂടെ നേടിയെടുക്കാൻ പറ്റില്ല. അവർ കുറച്ച് എന്താ പറയാ, എന്താ പറയാ, അടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയാലേ നമുക്ക് കിട്ടുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പൊ പല മേഖലയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ സാഹിത്യകാരന്മാരുണ്ട്, അതുപോലെ നേതാക്കന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അതുപോലെ തന്നെ ഇത്തരം ആൾക്കാർ എന്താണ്
അടിക്കടിയായിട്ട് തന്നെ തിരിച്ചടി, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാര്, ഒരാൾ മാത്രമല്ല, ഒരു കൂട്ടം ആൾക്കാരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പോ നമ്മൾ എന്ന് പറയുമ്പോൾ അതിന് മുന്നിട്ട് നിന്ന ആൾക്കാർ, പിന്നെ നെഹ്റുജി മാത്രമല്ല, മഹാത്മാഗാന്ധി ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാം കൂടി ചേർന്നൊരു വാക്ക് നൽകി, നിങ്ങൾക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിത്തരും എന്ന ഒരു വാക്ക് കൊടുക്കുകയുണ്ടായി, ഭാരതീയർക്ക് കൊടുക്കുകയുണ്ടായി. കാരണം അത്രയ്ക്കും ദുരിതങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ ഭാരതീയര് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അപ്പൊ അന്ന് വാക്ക് കൊടുത്തു, നമുക്കും ഒരു ഭാഗ്യം വന്നു ചേരും. അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം എന്നുള്ള എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന ഭാഗ്യം എന്താണ്? സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഭാഗ്യം. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടാനുള്ള അവസരം, അല്ലെ കിട്ടും, നേടിയെടുക്കും എന്നൊരു വാക്ക് നൽകുകയുണ്ടായി. और अब समय आ गया है कि हम अपने वचन को निभाई. നോക്കൂ, और अब समय आ गया है, ഇപ്പോൾ ആ ഒരു സമയം വന്നു കഴിഞ്ഞു. ആ ചുക്കി ഹെ, അല്ലെ, വന്നു കഴിഞ്ഞു. എന്താണ്? നമുക്ക് ഞങ്ങൾ സ്വാതന്ത്ര്യം നേടിത്തരും എന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കപ്പെടുന്ന ആ ഒരു സമയം ഇപ്പോ എത്തിക്കഴിഞ്ഞു. സമയത്തു ആകയാ ഹെ കി ഹം അപ്നെ വചൻ കോ നിഭായേ. ഞങ്ങളുടെ വാക്ക് നിഭാനാമാനയ്ക്കാ ഹെ, നിറവേറ്റുക അല്ലെങ്കിൽ പാലിക്കുക. ഞങ്ങളൊരു വാക്ക് തന്നിരുന്നു, ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നേടിത്തരും എന്നൊരു വാക്ക് ഞങ്ങൾ നൽകുകയുണ്ടായി. ഇന്ന് ആ ഒരു വാക്ക് പാലിക്കപ്പെട്ടു, അല്ലെങ്കിൽ നിറവേറ്റപ്പെട്ടു. നിഭാനമാനയ്ക്കാ ഹെ, നിറവേറ്റുക, പാലിക്കുക. तो पूरी तरह न सही, लेकिन बहुत हद तक आज रात 12 बजे जब सारी दुनिया सो रही होगी, भारत जीवन और स्वतंत्रता की नई सुबह के साथ उठेगा. നോക്കൂ, അവിടെയും പറയുന്നുണ്ട്, എന്തായാലും വാക്ക് പാലിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, ഉടമ്പടി സൈൻ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ബ്രിട്ടീഷുകാർ ഇവിടം വിട്ടു പോകുന്നു, അല്ലെ? അപ്പൊ ഇന്ത്യക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു. പൂരി തരഹ് ന സഹി, പൂരി തരഹ് മുഴുവനായും. മുഴുവനായും. ഇപ്പൊ നമ്മളിപ്പോ വാക്ക് പറഞ്ഞു, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരും എന്ന് പറഞ്ഞു, ആ വാക്ക് പാലിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ പോകുന്നു, കിട്ടിക്കഴിഞ്ഞു എന്ന് പറയാം വേണമെങ്കിൽ. ഇപ്പോ ഇത് സൈൻ ചെയ്ത് കഴിഞ്ഞു. പൂരി തരഹ് ന സഹി, പൂർണ്ണമായിട്ടും അത് ആയിട്ടില്ല, ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് കടമ്പകൾ ബാക്കിയുണ്ട്, അല്ലെ? കാരണം ബ്രിട്ടീഷുകാർ വന്ന് നമ്മുടെ എല്ലാ സമ്പത്തും ഒരു കൊള്ളയടിച്ചു, അല്ലെ? ശരിക്കും ദരിദ്രമായിട്ട് മാറി നമ്മുടെ ഇന്ത്യ എന്ന് പറയാം. അപ്പോ ആ വാക്ക് പാലിച്ചുവെങ്കിലും അത് പൂർണ്ണമായിട്ടും സാധിച്ചിട്ടില്ല. ലേക്കിൻ ബഹുത് ഹദ് തക് ആജ് രാത് 12 ബജെ ജബ് സാരി ദുനിയ സോ രഹി ഹോഗി. പക്ഷെ ഒരു പരിധി വരെ, ഹദ് തക് മാനെ ക്യാ ഹെ, ബഹുത് ഹദ് തക്, ഒരു പരിധി വരെ, ഒരു പരിധി വരെ നമുക്കത് സാധിച്ചെടുക്കാൻ സാധിച്ചു. തക് ആജ് രാത് 12 ബജെ ജബ് സാരി ദുനിയ സോ രഹി ഹോഗി. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ, രാത്രിയാകുമ്പോ നല്ല ഉറക്കമായിരിക്കും, അർദ്ധരാത്രിയിലാണ്. അപ്പോ ജബ് സാരി ദുനിയ സോ രഹി ഹോഗി, ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഉറങ്ങുന്ന സമയം. ഭാരത് ജീവൻ ഓർ സ്വതന്ത്രത കി നയി സുബഹ് കെ സാത്ത് ഉഠേഗ. അപ്പൊ അടുത്ത പ്രഭാതം, വരാൻ പോകുന്ന പ്രഭാതം എന്താണ്? നയി സുബഹ്, അല്ലെ? ജീവൻ ഓർ സ്വതന്ത്രത കി നയി സുബഹ് എന്ന് വെച്ചാൽ എന്താണ്? ഭാരതം ജീവിതത്തിന്റെയും അതുപോലെ സ്വാതന്ത്ര്യത്തിന്റെയും ഒരു പുതിയ പ്രഭാതത്തോടെയായിരിക്കും നമ്മൾ ഉണർന്നു വരുന്നത്. ഇന്നലെയുള്ള പ്രഭാതമല്ല, ഇനി നാളെ വരാൻ പോകുന്ന പ്രഭാതം നമ്മുടെ പുതിയ ജീവിതമാണ്, പുതിയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രഭാതമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? മനസ്സിലായി. സ്പീഡാകുന്നെങ്കിൽ പറയാം കേട്ടോ, സ്പീഡായി പോകുന്നെങ്കിൽ പറയാം. ടീച്ചർ പഠിപ്പിക്കുന്നത് ഒത്തിരി സ്പീഡാണെങ്കിൽ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യാം കേട്ടോ. സ്പീഡല്ല ടീച്ചർ. ഇല്ല, ഓക്കെ. ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരാരും അവിടെ ഇല്ലേ? ഇത് ആരാ പറയുന്നത്? ആര്യാണോ പറയുന്നേ? അല്ല ടീച്ചർ, സൽമയാണ് പറയുന്നത്. ബാക്കിയുള്ളവരാരും മിണ്ടുന്നില്ലല്ലോ. ആര്യൊക്കെ എന്ത് പറയുന്നു? ആര്യ, അയന കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ബാക്കി എടുക്കട്ടെ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ ചോദിക്കണം കേട്ടോ. ओके, एक ऐसा क्षण जो इतिहास में बहुत ही कम आता है,
जब हम पुराने को छोड़ नए की तरफ जाते हैं, जब एक युग का अंत होता है और जब वर्षों से शोषित एक मिनट പേജ് ഒന്ന് വരയ്ക്കാൻ വിട്ടുപോയി. तो वर्षों से शोषित एक देश की आत्मा अपनी बात कर सकती है. यह एक संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा और उससे भी बचकर सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. इतिहास में तो एक ऐसा क्षण जो ഇതിഹാस में बहुत ही कम आता है. അങ്ങനെ ഒരു നിമിഷം ഏത് നിമിഷമാണ്? ഇത്തരമൊരു നിമിഷം ഇതിഹാസ് क्या है? ഇതിഹാസ് ചരിത്രം, ഹിസ്റ്ററി. ഹിസ്റ്ററി ചരിത്രത്തിൽ വളരെയധികം കുറവാണ് ഇങ്ങനെ ഒരു നിമിഷം. ഏതൊരു നിമിഷം? സ്വാതന്ത്ര്യം കിട്ടാൻ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു നിമിഷം വളരെ റെയറാണ് അല്ലെ? എപ്പോഴും ഉണ്ടാകുന്ന ഒരു നിമിഷമല്ല അത് അല്ലെ? ഉണ്ട്, നമ്മുടെ ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് ഉണ്ട്. പക്ഷെ അതിന് അങ്ങനെ മറ്റുള്ള കാര്യങ്ങളെ പോലെ അങ്ങനെ ഇല്ല. ഒരുപാട് വർഷങ്ങളുടെ പ്രയത്നം. അത് ഒരു സുവർണ നിമിഷമാണ്. നമ്മളിപ്പോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സൈൻ ഉടമ്പടി ചെയ്തു അല്ലെ? ഉടമ്പടി സൈൻ ചെയ്തു. അപ്പൊ അത് ആ ഒരു നിമിഷം ഏറ്റവും സുവർണ നിമിഷമാണ് അല്ലെ? നമ്മൾ ശരിക്കും അതിൽ നിന്ന് സ്വതന്ത്രരായി. ശരിക്കും വല്ലാത്തൊരു നിമിഷമാണത്. അപ്പൊ അങ്ങനെയുള്ള നിമിഷങ്ങൾ വളരെ കുറവായിട്ടാണ് വരുന്നത്. जब हम पुराने को छोड़ नए की तरफ जाते हैं. നോക്കൂ, जब हम पुराने को छोड़ नए की तरफ जाते हैं, इसका मतलब क्या है? പഴയതിനെ വിട്ട് പുതിയതിലേക്ക് പോകുക. അപ്പൊ നമ്മൾ ഇന്നലെ വരെ നമ്മുടെ ഒരു പഴയ ജീവിതമായിരുന്നു. 1947 अगस्त 14 അല്ലെ? ആ ഓഗസ്റ്റ് 14 ഈവനിങ് വരെയും നമ്മുടെ ജീവിതം വേറൊരു ലെവലിലായിരുന്നു. കാരണം നമ്മൾ ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യത്തോടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കീഴിൽ നമ്മൾ നിൽക്കുന്നു, അവർ പറയുന്നത് അനുസരിക്കാൻ പാടുള്ളൂ. ലേക്കിൻ കൽ 15 അഗസ്റ്റ് അന്ന് അതെന്താണ്? ഒരു പുതിയ ഡേ ആണ് അല്ലെ? ഒരു ന്യൂ ഡേ ആണ് അല്ലെ? കാരണം പഴയതിനെയൊക്കെ നമ്മൾ വിട്ടിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം വെക്കുന്ന ഒരു ദിവസമായിരുന്നു എന്ന് ഓഗസ്റ്റ് 15. जब हम पुराने को छोड़ नए की तरफ जाते हैं, നമ്മൾ പഴയതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയതിലേക്ക് നമ്മൾ പോവുകയാണ്. जब एक युग का अंत होता है. അപ്പൊ ഇന്നലെ വരെയുള്ള ഒരു യുഗമായിരുന്നു അല്ലെ? ശരിക്കും ഒരു വല്ലാത്തൊരു യുഗമായിരുന്നു ആ ഓഗസ്റ്റ് 14 1947 വരെയുള്ള ആ ഒരു യുഗമായിരുന്നു. ആ യുഗം അവസാനിച്ചു. और जब वर्षों से शोषित एक देश की आत्मा अपनी बात कर सकती है. जब वर्षों से शोषित, ये क्या है शोषित? ചൂഷണത്തിന് വിധേയരായ. ആരുടെ ചൂഷണത്തിന് വിധേയരായവരാണ്? ഇന്നലെ വരെയും ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിന് വർഷങ്ങളായിട്ട് ചൂഷണത്തിന് വിധേയരായവരായിരുന്നു ദേശ് കി ആത്മ. അപ്പോ एक ദേശ് കി ആത്മ, അപ്പം അങ്ങനെ ഒരു ദേശത്തിന്റെ ആത്മാവ് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും ആത്മാവ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് പുതിയൊരു സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. अपनी बात कर सकती है. अपनी बात कर सकती है. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നോ? तो अपनी बात कर सकती है. अपनी बात कर सकती है. അപ്പോ വർഷങ്ങളായിട്ട് ചൂഷണത്തിന് വിധേയരായ ഒരു ദേശത്തിന്റെ ആത്മാവ് ഇപ്പൊ എന്ത് ചെയ്യുക? അവർക്ക് നാളെ മുതൽ എന്താണ്? അപ്നി ബാത് കർ സക്തി ഹെ. സ്വയം അവർക്ക് എന്ത് അഭിപ്രായവും പറയാൻ സാധിക്കും. ഇന്നലെ വരെ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഒന്നും സ്വാതന്ത്ര്യത്തോടു കൂടി പറയാനുള്ള അവകാശമില്ലായിരുന്നു. പക്ഷെ നാളെ മുതൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്നി ബാത് കർ സക്തി ഹെ. നമുക്ക് നമ്മുടേതായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ സാധിക്കും. ഏക സംയോഗ ഹെ. അതൊരു വല്ലാത്തൊരു എന്താ പറയാ, ആകസ്മികമായി ഉണ്ടായ ഒരു ഭാഗ്യമാണ്. ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കൂടിച്ചേരൽ എന്ന് പറയാം. സംയോഗം എന്ന് വെച്ചാൽ ശരിക്കുള്ള അർത്ഥം എന്താണ്? കൂടിച്ചേരലാണ്. പക്ഷെ ഇവിടെ നമുക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. എന്താണ്? ആകസ്മികമായി കിട്ടിയ ഒരു നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് നേട്ടം? സ്വന്തം കാര്യം സ്വാതന്ത്ര്യമാകുന്ന അല്ലെ ഒരു നേട്ടം. संयोग है कि इस पवित्र मौके पर हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा. അപ്പൊ ഈ പവിത്രമായ ഒരു അവസരമാണ് ശരിക്കും നമ്മൾ
എന്താ പറയുക, തപസ്സിരുന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് പവിത്ര മൗക്ക. സുവർണമായ ഒരു നിമിഷമാണ്, പവിത്രമായ നിമിഷമാണ്, പവിത്രമായ അവസരമാണ്. और हम समर्पण के साथ खुद को भारत और उसकी जनता की सेवा. ഒന്ന് മാർക്ക് ചെയ്യൂ നിങ്ങള്. നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹം സമർപ്പൺ കെ സാത്ത്. സമർപ്പൺ സ്വയത്തെ സമർപ്പിക്കുക. സമർപ്പിക്കുക, നമ്മൾ അർപ്പിക്കുക, നമ്മൾ നമ്മളെ തന്നെ അർപ്പിക്കുക. സമർപ്പൺ കെ സാത്ത് ഖുദ് കോ. പിന്നെ ഖുദ് മാനെ ക്യാ ഹൈ? സ്വയം. സ്വയം. ഖുദ് കോ ഭാരത് ഓർ ഉസ്കി ജനത കി സേവ. നമുക്ക് ഉന്മരിച്ചോളൂ നിങ്ങള്. ഖുദ് കോ നമ്മൾ സമർപ്പിക്കണം, നമ്മൾ നമ്മളെ സമർപ്പിക്കണം. കൂടെ ഖുദ് കോ സ്വയം എന്ത് ചെയ്യണം? ഭാരതത്തെയും ഓർ ഉസ്കി ജനത കി സേവ, ഭാരതത്തെ മാത്രമല്ല ഭാരതത്തിലുള്ള ജനങ്ങളെയും നമ്മള് സേവിക്കണം, സെർവ് ചെയ്യണം. और उससे भी बढ़कर, അതിനേക്കാൾ ഉപരി, उससे भी बढ़कर അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യണം? सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. നോക്കൂ, നമ്മൾ സമർപ്പിക്കുകയാണ്, നമ്മളെ സമർപ്പിക്കുന്നു, കൂടെ എന്ത് ചെയ്യണു? ഭാരതത്തിന് സമർപ്പിക്കുന്നു. കൂടാണ്ട് ഭാരതത്തെ മാത്രമല്ല, ഭാരതത്തിലുള്ള എല്ലാ ജനങ്ങളെയും നമുക്ക് സേവിക്കണം. അതിനേക്കാൾ ഉപരി സാരി മാനവതാക്കി സേവ. എന്താണ് സാരി മാനവത? മനുഷ്യത്വം. ഇപ്പൊ നമ്മുടെ ഭാരതം മാത്രമല്ല, ലോകരാജ്യങ്ങൾ ഒരുപാടുണ്ട് അല്ലെ? ഭാരതത്തെ കൂടാണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ അവിടെയുള്ളത് എല്ലാ മനുഷ്യരാണ്. അപ്പൊ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും നമ്മുടെ ഭാരതത്തെ സേവിക്കണം. അതിനേക്കാൾ ഉപരി ലോകത്തിലുള്ള ലോക ജനതയെ എന്ത് ചെയ്യണം? സേവിക്കണം. സേവാ കർണാഹെ. അപ്പൊ അവരെയും നമ്മള് സേവിക്കും എന്ന എന്താണ് പ്രതിജ്ഞ ലേരഹേഹെ. നമ്മൾ ആ ഒരു പ്രതിജ്ഞ നമ്മള് എടുക്കുകയാണ്. എന്താണ് പ്രതിജ്ഞ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി സുഖമായിട്ട് നമുക്ക് ജീവിക്കാം, നമുക്ക് ഇനി ആരെയും പേടിക്കേണ്ട, സ്വസ്ഥമായിട്ട് ഉറങ്ങാം, സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്ന ഒരു കാര്യമല്ല. പകരം നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കുന്നു, സ്വയം. കൂടാണ്ട് ഭാരതത്തെയും ഭാരതത്തിലുള്ള ജനങ്ങളെയും സേവിക്കും. അതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുകയാണ് പിന്നെ നെഹ്റുജി. ലോക ജനതയെയും കൂടി സേവിക്കും എന്ന പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കുന്നത്. ഡൗട്ട് ഉണ്ടോ എന്തേലും? ഇല്ല ടീച്ചർ. ഇല്ല. അപ്പൊ നമ്മൾ പഠിച്ചു, നമ്മള് മാതൃഭൂമി എന്ന കവിത പഠിച്ചു അല്ലെ? അപ്പൊ അവിടെ നമ്മള് കണ്ടു, ആ മാതൃഭൂമിക്ക് കവി കൊടുത്ത ആ ഒരു വർണ്ണന കൊടുത്തു അല്ലെ? ഒരു രാജകീയ ഭാവം കൊടുത്തു. എന്നിട്ട് കവി എന്ത് പറയുന്നു? കവിയുടെ മനസ്സിലെ വികാരം എന്തായിരുന്നു? മൈഥിലി ശരൺ ഗുപ്തിന്റെ മനസ്സിലെ വികാരം, അദ്ദേഹം എന്ത് സന്ദേശമാണ് നമുക്ക് തന്നത് ആ കവിതയിലൂടെ? മാതൃഭൂമിയെ മറക്കരുതെന്ന് മാത്രമാണോ? ദേശഭക്തി. ദേശഭക്തി കൊണ്ടാണല്ലോ മാതൃഭൂമിയുടെ കവിത എഴുതിയത്. അദ്ദേഹം എന്ത് സന്ദേശമാണ് നമുക്ക് നൽകിയത് ആ ഒരു കവിതയിലൂടെ? ഒന്ന് ജസ്റ്റ് ഓർത്ത് നോക്കൂ, ഞാൻ ക്ലാസ് പഠിപ്പിച്ച കാര്യമല്ലേ. तो नीलाकाश रूपी वस्त्र पहनकर, सूर्य और चंद्र का मुकुट धारण करके और समुद्र रूपी करधनी पहनकर तो शेषनाग के फन पर विराजित मातृभूमि. ऐसे को राजकीय भाव के सामने कवि क्या करना चाहता था? ആത്മസമർപ്പൺ. अपने आप को आत्मसमर्पण करने को चाहता था अല്ലെ? സ്വയം മാതൃഭൂമിക്ക് വേണ്ടി ആത്മത്യാഗം അല്ലെ ആത്മസമർപ്പൺ സ്വയം സമർപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. നമ്മളോടും പറയുന്നു അദ്ദേഹം, നമ്മൾ മാതൃഭൂമിക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കണം എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നോക്കുക. അവിടെ ഇത് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ മാതൃഭൂമിയെ സേവിക്കണം, അതിനേക്കാൾ ഉപരി ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെയും നമ്മൾ സേവിക്കണം എന്ന പ്രതിജ്ഞയാണ് എടുക്കേണ്ടതെന്ന് ആര് പറയുന്നു? പറയുന്ന കാര്യം ജവഹർലാൽ നെഹ്റു പറയുന്നു. ഡൗട്ട് ഉണ്ടോ? ഇത്രയും ഫസ്റ്റ് പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ജസ്റ്റ് വേഗം ഒന്ന് ഓടിച്ചു വായിക്കൂ. ഇതെന്തേലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കൂ. വേഗമാട്ടെ, ഒരു 2 മിനിറ്റ് വേഗം. 2 മിനിറ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് വേഗം ഒന്ന് വായിക്കൂ.
കഴിഞ്ഞോ? കഴിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചർ. ബാക്കി എടുക്കട്ടെ? ടീച്ചറെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നും കൂടി പറയോ? ലാസ്റ്റ് ലൈനാണോ അതോ ആ പാരഗ്രാഫ് ഫുള്ളോ? അതിന്റെ ഒരു കണ്ടന്റ് പറഞ്ഞു ഒന്നും കൂടെ. എവിടെ മുതലാ? ഈ ആത്മസമർപ്പൺ എന്ന് പറഞ്ഞില്ലേ അവിടെ? അതെ. അതായത് ഇപ്പൊ നമ്മൾക്ക് പറയുന്നുണ്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, അപ്പൊ അത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയോണ്ട് നമ്മുടെ കടമ തീരുന്നില്ല എന്നാണ്. അപ്പോ നെഹ്റുജി പറയുകയാണ്, നമ്മള് ഒരു ഒരു എന്താ പറയാ ഒരു നൂറ്റാണ്ടും ഒരു യുഗം നമ്മള് കഷ്ടപ്പാട് സഹിച്ചതിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ചൂഷണത്തിന് വിധേയരായാണ് നമ്മളൊക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം, സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ ഒരു നിമിഷം ഒരു സുവർണ നിമിഷമാണ്. അപ്പോ ആ ഒരു നിമിഷത്തില് നമ്മൾ എന്ത് ചെയ്യണം? ഈ പവിത്രമായ ഈ ഒരു അവസരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. ആർക്ക് വേണ്ടി? നമ്മുടെ നാടിന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ സമർപ്പിക്കണം. സ്വയം ഭാരതത്തെയും അതുപോലെ തന്നെ ഉസ്കി ജനത കി സേവ, ഭാരതത്തെ മാത്രമല്ല ഭാരതത്തിലുള്ള നിവാസികളെയും ഭാരതീയരെയും നമ്മൾ സേവിക്കണം. ഓർ ഉസ്സെ ഭി ബച്ച്കർ, അതിനേക്കാൾ ഉപരി. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ നാടിനെ സേവിക്കുന്നു, അതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യർ എവിടെയുണ്ടോ ലോക ജനത, അതാണ് സാരി മാനവതാക്കി സേവ, എല്ലാ മനുഷ്യരെയും സേവിക്കും എന്ന ഒരു പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് നെഹ്റുജി അഭിപ്രായപ്പെടുന്നത്. മനസ്സിലായോ? മനസ്സിലായി. ओके, द नेक्स्ट पैराग्राफ നോക്കൂ. इतिहास के आरंभ के साथ ही भारत ने अपनी अंतहीन खोज प्रारंभ की और न जाने कितनी ही सदियां इसकी भव्य सफलताओं और असफलताओं से भरी हुई है. ഇതിഹാസ് കെ ആരംഭ കെ സാഥി. എന്താണ് ഇതിഹാസ് കെ ആരംഭ? ചരിത്രത്തിന്റെ ആരംഭം. ചരിത്രത്തിന്റെ തുടക്കം മുതൽ തന്നെ ഭാരത് അപ്നി അന്തഹീൻ ഖോജ് പ്രാരംഭിക്കി. ചരിത്രം നമുക്ക് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും, പണ്ട് മുതൽക്ക് തന്നെ ഭാരതം അതിൻ്റെതായ ഒരു സ്ഥാനം എല്ലാ രംഗത്തും ഉറപ്പിച്ചിട്ടുണ്ട്. ഭാരതിനെ അപ്നി അന്തഹീൻ ഖോജ്. എന്താണ് ഈ അന്തഹീൻ ഖോജ് എന്ന് വെച്ചാല്? अंतहीन खोज, खोज क्या है? खोज സെർച്ച്, തിരയൽ. സെർച്ച്, തിരയൽ, കണ്ടുപിടുത്തം എന്ന് പറയാം. അപ്പൊ അന്തഹീൻ ഖോജ് എന്താണ്? അവസാനമില്ലാത്ത ഒരു തിരയൽ അല്ലെങ്കിൽ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മള് തുടക്കം കുറിച്ചിരുന്നു. പ്രാരംഭിക്കി और न जाने कितनी ही सदियां इसकी भव्य सफलताओं और असफलताओं से भरी हुई. അപ്പൊ നമ്മളിപ്പോ ഒരു നേട്ടം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ അത് 1-2 വർഷത്തെ പ്രയത്നമൊന്നും പോരാ, വർഷങ്ങളുടെ ഒരു പ്രയത്നം വേണം. ഏതൊരു മേഖലയാണ്. ഇപ്പൊ നമുക്കറിയാം ആയുർവേദം നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു കണ്ടുപിടുത്തമാണ് അല്ലെ? ആയുർവേദം കേട്ടിട്ടുണ്ടോ? അപ്പൊ ആയുർവേദം നമ്മുടെ സംഭാവനയാണ്. അപ്പൊ അതൊക്കെ ഒരു പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. അതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയാ പ്രയത്നമുണ്ട് അല്ലെ? അപ്പോ അങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തികൾ, അതുപോലുള്ള പല പല മേഖലകളിലും നമ്മൾ നമ്മുടേതായ ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നും നമ്മൾ നടത്തിക്കൊണ്ടേ പോകുന്നു. പറഞ്ഞാൽ ജാനെ കിസ്നി ഹി സദിയാം. നമുക്കറിയാം ഒരു സദിയ മീൻസ് എന്താണ്? നൂറ്റാണ്ടുകൾ, വർഷങ്ങളുടെ ഒരു എന്താണ് ഒരു പ്രയത്നം വേണം. എങ്കിൽ മാത്രമേ ഒരു മേഖലയിൽ നമുക്ക് ശോഭിക്കാൻ സാധിക്കുള്ളൂ. ഇസ്കി ഭവ്യ സഫലതാവോ. അപ്പോ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ചിലപ്പോ നമ്മൾ വിജയിച്ചേക്കാം, അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം, ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ നമ്മുടെ ചെയ്യുന്ന പ്രവൃത്തികൾ പൂർണ്ണമായിട്ട് അതിന് ഫലം കണ്ടെത്തിയെന്ന് വരില്ല, ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോയേക്കാം. അപ്പൊ അതിന് ഭവ്യ സഫലതാവും ഒരു തൃപ്തിയും അതൃപ്തിയും ഒക്കെ ഉണ്ടാകും. അസഫലതാവും അസഫലതാവും സെ ഭരി ഹുയി ഹെ. ഒന്നുകിൽ നമ്മൾ ആ ഒരു മേഖലയിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും, അല്ല എങ്കിൽ ചിലപ്പോ നമ്മൾ പരാജയപ്പെട്ടേക്കാം. എങ്കിൽ പോലും നമ്മൾ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഒരു അന്വേഷണ ത്വര നടത്തിക്കൊണ്ടേയിരിക്കുവാണ്. നമ്മൾ വിജയിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഇന്ത്യ എല്ലാ മേഖലകളിലും തങ്ങളുടേതായ ഒരു സ്ഥാനം നേടാനായിട്ട് ഇങ്ങനെ കണ്ടുപിടുത്തങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുവാണ്. ചിലപ്പോഴൊന്നും അത് വിജയം കാണില്ല, ചിലപ്പോ പരാജയപ്പെട്ടേക്കാം, ചിലപ്പോ വിജയം നേടിയെന്നും വരാം. അപ്പൊ എങ്കിലും നമ്മളത് അവസാനിപ്പിക്കുന്നില്ല. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. മനസ്സിലായി. നോക്കൂ, ചാഹെ അച്ഛാ വക്ത് ഹോ യാ ബുറ. ചിലപ്പോ നല്ല സമയമായിരിക്കാം, അല്ലെങ്കിൽ മോശ സമയമായിരിക്കാം. വക്ത് മീൻസ് സമയം. ചാഹെ അച്ഛാ വക്ത് ഹോ, നല്ല സമയമായി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ ബുരാ വക്ത്. ബുരാ മീൻസ് ചീത്ത സമയം.
ഭാരത് നെ കഭി ഇസ് ഖോജ് സെ അപ്നി ദൃഷ്ടി നഹി ഹട്ടായി. നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോ ചിലപ്പോ നമുക്ക് നല്ല സമയമാണെങ്കിൽ നമ്മൾ വിജയിക്കും, അല്ല എങ്കിലോ, അല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? തോറ്റുപോകും. നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷെ പരാജയപ്പെടുമ്പോ നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല, അല്ലെ? പരാജയം ജയത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പെന്ന് പറയും, അല്ലെ? ഒരിക്കൽ പരാജയപ്പെട്ടാൽ അതൊന്നും ഒരിക്കലും പിന്നെ പിന്നോട്ട് പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? പൂർവാധിക ശക്തിയോടുകൂടി മുന്നോട്ട് തന്നെ നമ്മള് പോകണം. അങ്ങനെയല്ലേ പറയാ? ആണ്. അപ്പോ നല്ല സമയമാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിജയിക്കും, അല്ല എങ്കിൽ മോശം സമയമാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ ഭാരതിനെ കഭി ഇസ് ഖോജ് സെ അപ്നി ദൃഷ്ടി നഹി ഹട്ടായി. പക്ഷെ ഒരിക്കലും ഭാരതം തങ്ങളുടെ ആ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ആ ഒരു സെർച്ച് അല്ലെങ്കിൽ അതിൽ നിന്നും ഒരിക്കലും തങ്ങളുടെ ദൃഷ്ടി പുറകോട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും മാറ്റിയില്ല. കാരണം എന്ത് പരാജയം ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ആർക്കുണ്ടായിരുന്നു? ഭാരതത്തിന് ഉണ്ടായിരുന്നു. तो कभी भी अपने उन आदर्शों को नहीं भूला जिसने इसे शक्ति दी. അപ്പോ കബി ബി അപ്നെ ഉൻ ആദർശോं को नहीं भूला, ഒരിക്കലും തങ്ങളുടെ ആദർശങ്ങൾ മറന്നില്ല. ജിസ്നെ ഇസേ ശക്തി ദി, അതായത് മുന്നോട്ട് നയിക്കാൻ നൽകിയ ആദർശങ്ങളെ പോലും അവര് പരാജയപ്പെടുമ്പോൾ ചിലപ്പോൾ അറിയാം, പരാജയപ്പെടുമ്പോൾ ചിലപ്പോൾ തോന്നും, നമ്മൾ ആ ഒരു രീതിക്ക് പോകണ്ടായിരുന്നു, നമ്മൾ അത് അങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത് എന്ന് തോന്നാം, സ്വാഭാവികമായിട്ടും തോന്നാം. പക്ഷെ ഒരിക്കലും അങ്ങനെ നമ്മൾ പോയത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് തോന്നുന്നു ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ആ ആദർശങ്ങളെ ഉൾക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പൂർവാധികം ശക്തി പ്രാപിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. അതായത് ഒരു കണ്ടുപിടുത്തം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും പരാജയം സംഭവിക്കാൻ ഒരിക്കലും നമ്മൾ പുറകോട്ട് പോകുന്നില്ല, പകരം പൂർവാധികം ശക്തി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം ആര് കാണിച്ചിരുന്നോ? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണോ? ഇന്ത്യ. ഇന്ത്യ, ഭാരതം കാണിച്ചിരുന്നു. ഇന്ത്യയിലെ പറയൂ, എന്തായാലും പറയൂ അയന, അയന പറയൂ, അയന എന്താ പറയാമെന്നേ? അയന, അയനക്ക് എന്തോ പറയണ്ടായിരുന്നല്ലോ? അല്ല ഭാരതീയര് എന്ന് പറഞ്ഞ. ശരി ശരി, ഇത്രയും മനസ്സിലായോ? ബാക്കി എടുക്കട്ടെ? ടീച്ചറെ, ഞാൻ ഇത് ആര് വെച്ചപ്പോ ഭാരതീയര് എന്ന് പറയാതാ. ആയിക്കോട്ടെ, അതാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. ബാക്കി എടുക്കട്ടെ? ओके, तो आज हम दुर्भाग्य के इस युग का अंत कर रहे हैं और भारत पुनः खुद को खोज पा रहा है. तो ഇന്ന് നമ്മൾ ദുർഭാഗ്യക്ക് യുഗ കാ അന്ത് കർ രഹേ, ദൗർഭാഗ്യത്തിന്റെ ഒരു യുഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്താണ് ദൗർഭാഗ്യത്തിന്റെ യുഗം? നെഹ്റുജി പറയുകയാണ് നമ്മൾ ഇന്ന് ദൗർഭാഗ്യത്തിന്റെ ഒരു യുഗത്തെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ദൗർഭാഗ്യം, സ്വാതന്ത്ര്യമില്ലായ്മ, അല്ലെ? നമ്മൾ ഇതുവരെയും നമ്മൾ ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ശരിക്കും ഒരു ദൗർഭാഗ്യത്തിന്റെ ഒരു യുഗമായിരുന്നു അത്. അതിന്ന് അവസാനിപ്പിക്കുകയാണ്. और भारत पुनः खुद को खोज पा रहा है. और ഭാരതം വീണ്ടും സ്വയം എന്താണ്? ഖോജ് പാ രഹാ ഹൈ, ആ ഒരു എന്താ പറയാ അന്വേഷണത്തിലേക്ക് ഇനി കാലെടുത്ത് വയ്ക്കുകയാണ്. ഇന്നലെ വരെ ഒരു ദൗർഭാഗ്യത്തിന്റെ ഒരു യുഗമായിരുന്നു. ഇന്ന് ആ യുഗം അവസാനിച്ചു. നമ്മൾ പുതിയൊരു യുഗത്തിലേക്ക് കാലുവെക്കുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ സെർച്ചിലേക്ക്, നമ്മൾ അന്വേഷണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. आज हम जिस उपलब्धि का उत्सव मना रहे हैं वह महज एक कदम है. നമ്മളൊരു നേട്ടത്തിന്റെ ഒരു ഉത്സവം നമ്മൾ ആഘോഷിക്കുകയാണ്. ഉപലബ്ധി മാനെ ക്യാ ഹൈ? ഉപലബ്ധി നേട്ടം. നേട്ടം, അതെ. അപ്പൊ നമ്മൾ നേട്ടം, നമ്മുടെ നേട്ടം എന്തുവാണ്? സ്വാതന്ത്ര്യം എന്ന നേട്ടം നമ്മൾ കൈവരിച്ചു കഴിഞ്ഞു, അല്ലെ? ആ ഒരു നേട്ടം നമ്മൾ കൈവരിച്ചു, അതിന്റെ ഉത്സവം നമ്മൾ ആഘോഷിക്കുക. വളരെ ആഘോഷപൂർവ്വം നമ്മൾ ശരിക്കും ഒരു എന്താ പറയാ, ലോകമെമ്പാടും ഭാരതീയര് മൊത്തവും വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്ന ഒരു നിമിഷമാണിത്. വഹ മഹസ് എക് കദം ഹെ, അതൊരു മഹസ് മീൻസ് കേവലം, വെറും ഒരു സ്റ്റെപ്പ് മാത്രം, ഒരു ചുവടുവയ്പ് മാത്രമാണ്. എന്താണ്? അപ്പൊ ഈ സ്വാതന്ത്ര്യം കിട്ടി നമ്മള്
അത് വെറും ഒരു ചുവടുവയ്പ് മാത്രമാണ്. നമുക്ക് ഇനിയും ഒരുപാട് പടവുകൾ കയറാനുണ്ടെന്ന് പറയാം. നയെ അവസരവും ഖുൾനേക്ക, നമുക്ക് ഒരുപാട് പടവുകൾ, ഒരുപാട് സ്റ്റെപ്പുകൾ നമുക്ക് ഇനിയും കയറാനുണ്ട്. എന്തിന്റെയാണ്? നയെ അവസരവും ഖുൾനേക്ക. इसका मतलब क्या है? नए अवसरों के खुलने का माने क्या है? പുതിയ അവസരങ്ങളുടെ തുടക്കത്തിൽ. പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പ് മാത്രമാണ് നമ്മളിപ്പോ വച്ചിട്ടുള്ളത്. നമുക്ക് ഇനിയും ഒരുപാട് കടമ്പകൾ കടന്ന് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നമുക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് നെഹ്റുജി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് നമ്മളെല്ലാം തികഞ്ഞു എന്നല്ല, നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. इससे भी हम बड़ी विजय और उपलब्धियां हमारी प्रतीक्षा कर रही है. ഇപ്പൊ ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടുക എന്നുള്ള വളരെ വലിയൊരു നേട്ടമാണ്. അതിനേക്കാൾ വലിയ വിജയങ്ങളും അതുപോലെ തന്നെ വലിയ നേട്ടങ്ങളും നമ്മളെ കാത്തിരിക്കുന്നു. ഏതിനേക്കാളും ഒക്കെ നമ്മളിപ്പോ സ്വാതന്ത്ര്യം നേടിയെടുത്തു, അത് വലിയ നേട്ടമാണ്. ആ നേട്ടത്തിനേക്കാളും വലിയ വിജയങ്ങളും അതുപോലെ തന്നെ വലിയ വിജയങ്ങളും അതുപോലെ വലിയ നേട്ടങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുകയാണ്. हमारी प्रतीक्षा कर रही है. क्या हमें इतनी शक्ति और बुद्धिमत्ता है कि हम इस अवसर को समझे और भविष्य की चुनौतियों को स्वीकार करें? നെഹ്റുജി നമ്മളോട് ചോദിക്കുകയാണ്, क्या हमें इतनी शक्ति और बुद्धिमत्ता है? എന്താ നമ്മൾക്ക് ഇത്രയും ശക്തിയും, ബുദ്ധിമത്ത മീൻസ് എബിലിറ്റി, കഴിവുമുണ്ടോ? എന്തിനാണ്? कि हम इस अवसर को समझे, നമ്മൾ ഇത്തരം അവസരങ്ങൾ മനസ്സിലാക്കണം. और भविष्य की चुनौतियों को स्वीकार करे, നമ്മൾ അവസരങ്ങൾ, നമുക്ക് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഭവിഷ്യ की चुनौतियों को स्वीकार करे, അല്ലെ? ഭവിഷ്യമാനെ ക്യാ ഹെ? ഫ്യൂച്ചർ, അല്ലെ? ഭാവിയില് ഒരുപാട് വെല്ലുവിളികൾ, ത്രെട്ടൻസ് ഉണ്ട്, നമുക്ക് ചലഞ്ചസ് ഉണ്ട്, അല്ലെ? ചുനൗത്തിയമാനെ ക്യാ ഹെ? ചലഞ്ചസ്. ഒരുപാട് വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരും. എന്തിനു പോകുമ്പോ എന്തിനാണ് നമുക്ക് വെല്ലുവിളികൾ സ്വീകരിക്കേണ്ടി വരുന്നത്? ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല, അതാണ് ശരിക്കുള്ളതാണ്. അപ്പൊ അത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പുതിയ പുതിയ അവസരങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങളിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, ആണോ? ഒരുപാട് നമ്മൾ പ്രയത്നിക്കേണ്ടി വരും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് എന്തുണ്ടാകും? ചലഞ്ചസ് ഉണ്ടാകും. ആ വെല്ലുവിളിയൊക്കെ നമ്മൾ തരണം ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ അത്തരം ശക്തിയും കഴിവും നമുക്കുണ്ടോ എന്ന് ആര് ചോദിക്കുകയാണ്? നെഹ്റുജി ചോദിക്കുകയാണ്. നോക്കൂ, ഭവിഷ്യ में हमें विश्राम करना या चैन से नहीं बैठना है. അത് നമ്മൾ എന്ത് ചെയ്യണം? അത്തരം കാര്യം നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? भविष्य में हमें विश्राम करना या चैन से नहीं बैठना है. ഭാവിയില് എന്താണ്? हमें विश्राम करना या चैन से नहीं बैठना है. നമ്മൾ വിശ്രമിക്കുകയോ അല്ലെങ്കിൽ चैन से बैठना. क्या है चैन से बैठना? സ്വസ്ഥമായിട്ടിരിക്കുക, അല്ലെ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, നമുക്ക് വേറെ പണിയൊന്നുമില്ല, നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ നല്ലോണം ആസ്വദിച്ച് നമുക്കങ്ങ് ജീവിക്കാം, നമുക്കിനി വേറെ പണിയൊന്നുമില്ല എന്ന രീതിക്ക് ഇരിക്കുകയല്ല, വിശ്രമിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥമായിട്ട് ഇരിക്കാനോ പാടില്ല. നമ്മൾ ബൽക്കി നിരന്തര പ്രയാസ് കർനാ ഹെ. പകരം എന്ത് ചെയ്യണം? നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനാണ്? നമ്മുടെ ഇന്ത്യയെ എല്ലാ രംഗങ്ങളിലും നമുക്ക് നേട്ടം കൈവരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാനും, എല്ലാ രംഗങ്ങളിലും നമുക്ക് നമ്മുടേതായ ഒരു സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നേ? നമ്മൾ വിശ്രമിക്കുകയല്ല വേണ്ടത്, സ്വസ്ഥമായിട്ടിരിക്കുകയല്ല വേണ്ടത്, പിന്നെയോ എന്നും പ്രയത്നിക്കണം. നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ട്, അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കണം എന്നാണ് നെഹ്റുജി പറയുന്നത്. താക്കി, അങ്ങനെയാണെങ്കിൽ हम जो वजन बार बार दोहराते रहे हैं और जिसे हम आज भी दोहराएंगे उसे पूरा कर सके. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോ വചൻ ബാർ ബാർ ദൊഹരാത്തേ രഹേ. ഏതൊരു വാക്കാണോ പല പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നത്, അല്ലെങ്കിൽ ഓർ ജിസെ ഹം ആജ് ബി ദൊഹരായെങ്കിൽ, അത് വീണ്ടും നമ്മൾ എന്നും പറയുന്നു. ഉസേ പൂരാ കർ സകെ. എന്താണത്?
നമ്മൾ പറഞ്ഞ വാക്ക് എന്തായിരുന്നു? നമ്മുടെ വചനം, നമ്മൾ പറഞ്ഞ വാക്ക് എന്തായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടിയാല് എന്തായിരിക്കണം? നമ്മൾ നമ്മളെ ഭാരതത്തിന് വേണ്ടി സമർപ്പിക്കണം, ഭാരതീയർക്ക് വേണ്ടി സേവിക്കണം. അതിനേക്കാൾ ഉപരി എന്തായിരിക്കണം? ലോകത്തിൽ എല്ലാവർക്കും ആ സേവിക്കണം. ലോക ജനതയെയും നമ്മൾ സേവിക്കണം. അതായിരിക്കണം നമ്മുടെ ശരിയായ എന്താണ്? ധർമ്മം. ധർമ്മം, അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കാര്യം അതാണ്. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വിശ്രമിക്കാൻ സാധിക്കില്ല എന്നാണ് നെഹ്റുജി പറയുന്നത്. ഭാരത് കി സേവാ കാ അർത്ഥ ഹെ ലാഖോം കരോഡോം പീഡിത ലോകോം കി സേവ കർണ. അപ്പൊ ഭാരതത്തെ സേവിക്കുക എന്നതിന്റെ അർത്ഥം എന്തുവാണ്? ഭാരതത്തിലുള്ള മണ്ണ് കളച്ചിടുക, അല്ലെങ്കിൽ കൃഷി ചെയ്യുക, അങ്ങനെയൊക്കെയാണോ? അല്ല. അല്ല. फिर क्या है? ലാഖോം കരോഡോം പീഡിത ലോകോം കി സേവ കർണ. അല്ലെ? നമ്മുടെ ഭാരതത്തിലുള്ള ആൾക്കാർ എല്ലാവരും സുഖകരമായിട്ട് ജീവിക്കുന്നവരാണോ? അല്ല. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒത്തിരി ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെ? ലാഖോം കരോഡോം പീഡിത ലോകോം കി സേവ കർണ. इसी को हम क्या कहते हैं? भारत की सेवा कहते हैं. ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് പീഡിതരായ, ദുഃഖം അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന ആൾക്കാരെ സേവിക്കുക എന്താണ് ഭാരതത്തെ സേവിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. നമ്മുടെ നമുക്ക് ഏറ്റവും ഉദാഹരണം നമുക്ക് പറയാം, അല്ലെ? നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഗാന്ധിജി ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. മദർ തെരേസ ഉണ്ട്, അല്ലെ? അവരുടെയൊക്കെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഓർത്ത് നോക്കൂ, അല്ലെ? നിരാലംബരെ സേവിക്കുന്ന, അല്ലെ? പാവങ്ങളുടെ അമ്മയായിട്ടാണ് നമ്മുടെ മദർ തെരേസയൊക്കെ അറിയപ്പെടുന്നത്, അല്ലെ? ആണോ? അതെ. അതെ. അപ്പോ കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പാവങ്ങളെ, ദുഃഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്ന ആൾക്കാരെ സേവിക്കുക എന്നാണ് ഭാരതത്തെ സേവിക്കുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇസ്കാ മത്ലബ് ഹൈ ഗരീബി ഓർ അജ്ഞാനത കോ മിട്ടാന. ഇതിന്റെ അർത്ഥം എന്താണ്? ദാരിദ്ര്യവും അതുപോലെ തന്നെ അജ്ഞാനത. എന്താണ് അജ്ഞാനത? അറിവില്ലായ്മ, അല്ലെ? അപ്പൊ അതിന്റെ ശരിക്കുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ നാട്ടിൽ നിന്നും ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക, അല്ലെ? ഒരാണ് പോലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. അതുപോലെ തന്നെ അജ്ഞാനതാക്കോ മിട്ടാന. എന്താണ് അജ്ഞാനതാക്കോ മിട്ടാന? അറിവില്ലായ്മ നിർത്തും, എല്ലാവർക്കും എഡ്യൂക്കേഷൻ നൽകുക. അറിവില്ലായ്മയെ നമ്മള് എന്ത് ചെയ്യണം? മിട്ടാന മീൻസ് തുടച്ചു മാറ്റുക. അതിന്റെ ഉദ്ദേശം എല്ലാവരിലും വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, അല്ലെ? അത് തന്നെയാണ് ഏറ്റവും വലിയ ധനം. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. കേട്ടിട്ടുണ്ടോ? വിദ്യയാണ് ഏറ്റവും വലിയ ധനം, അല്ലെ? ബാക്കിയുള്ള ധനങ്ങളൊക്കെ എന്താണ്? നശ്വരമാണ്. ഒരിക്കലും വിദ്യ എന്ന ധനം നശിച്ചു പോകുന്നുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോ നമ്മള് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക, അതോടൊപ്പം തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കുക. എന്തായിരിക്കണം നമ്മുടെ ലക്ഷ്യം? അതാണ് നമ്മുടെ ഭാരതത്തെ സേവിക്കുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നെഹ്റുജിയുടെ അഭിപ്രായം. तो अज्ञानता को मिटाना, बीमारियों और अवसर की असमानता को मिटाना. കൂടെ എന്തുകൊണ്ട്? बीमारियों और अवसर की असमानता. क्या है अवसर की असमानता? ഇൻഇക്വാലിറ്റി, ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത വെരി ഗുഡ്. എന്താണ്? ബീമാരിയം, അസുഖങ്ങളും അതുപോലെ തന്നെ അവസരങ്ങളുടെ ആ ഒരു അസമാനത, അല്ലെ? എല്ലാവർക്കും ഒരേ തുല്യ അവസരം, എല്ലാവർക്കും ഒരേപോലുള്ള അവകാശം, ഒരേ അവസരങ്ങൾ, അത് നമ്മൾ നേടിയെടുക്കാം. അപ്പൊ അസുഖങ്ങൾ ഇല്ലാതാക്കുക, അതുപോലെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ, അതും നമ്മൾ നേടണം. അപ്പൊ അസുഖങ്ങളെ തുടച്ചു മാറ്റണം, അതുപോലെ തന്നെ അസമാനത, അതും നമ്മൾ തുടച്ച് മാറ്റണം. ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമായിരിക്കണം എന്ന് നമ്മുടെ നെഹ്റുജി ഓർമ്മിപ്പിക്കുകയാണ്. हमारी पीढ़ी के सबसे महान व्यक्ति की यही महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाए. അപ്പൊ നമ്മുടെ തലമുറയിലെ ഏറ്റവും മഹാനായ വ്യക്തി, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഹറേക് ആങ്ക് സെ ആൻസു മിറ്റ് ജായ്, ഓരോരുത്തരുടെയും കണ്ണിലുണ്ടാകുന്ന കണ്ണുനീര് തുടച്ചു മാറ്റുക. तो हमारी पीढ़ी की सबसे
महान व्यक्ति कौन है, कौन थे? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി അല്ലേ? അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? ആരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാൻ പാടില്ല, എല്ലാവരുടെയും സങ്കടങ്ങൾ തുടച്ചു നീക്കണം എന്ന ഒരു ചിന്താഗതിക്കാരനായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി. അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയായിരുന്നു. എന്താണ്? ഒരു വ്യക്തിയുടെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീരുണ്ടാകാൻ പാടില്ല, ആ കണ്ണുനീര് തുടച്ചു മാറ്റണം എന്ന ഒരു ആഗ്രഹം സൂക്ഷിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. ഇതാരാ സംസാരിക്കുന്നേ? മൈക്ക് ഓഫ് ചെയ്തേ. ആരാത്? तो अगला है, देखो देखो, तो महत्वाकांक्षा रही है कि हर एक आंख से आंसू मिट जाए। शायद ये हमारे लिए संभव न हो, पर अब जब तक हम लोगों की आंखों में आंसू है और वे पीड़ित है, तब तक हमारा काम खत्म नहीं होगा. നോക്കൂ, ഇതാരാ മൈക്ക് ഓൺ ചെയ്തിരിക്കുന്നേ? നോക്കൂ, കേൾക്കുന്നുണ്ടോ? കേൾക്കാണ്ട്. ഓക്കെ. ഷായദ് ഹമാരെ ലിയേ സംഭവ ന ഹോ, ചിലപ്പോൾ നമ്മളെ കൊണ്ട് സാധ്യമായിരിക്കില്ല. എന്താണ്? ഓരോ വ്യക്തിയുടെയും കണ്ണിലെ കണ്ണുനീര് ഒപ്പുക എന്നുള്ളത് സാധ്യമായ കാര്യമാണോ? ആണോ? അല്ല. पर जब तक लोगों की आंखों में आंसू है और वे पीड़ित है, तब तक हमारा काम खत्म नहीं होगा. പക്ഷേ നമ്മുടെ മുമ്പില് ഇത്തരം ആൾക്കാരുണ്ട് എങ്കിൽ അവരെങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം? പീഡിത ഹെ, എന്താണ്, ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ട് എങ്കിൽ നമ്മുടെ കടമ, നമ്മുടെ ജോലി അവസാനിക്കുകയില്ല, അല്ലെ? അപ്പൊ നമ്മുടെ ലക്ഷ്യം നടത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത്തരം ആൾക്കാർ നമ്മുടെ ലോകത്തുണ്ടാവും, അവരെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പൊ എല്ലാവരുടെയും സങ്കടങ്ങൾ നമുക്ക് തീർക്കാൻ സാധിക്കില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്ക് അതിന്റെ കാഠിന്യമൊക്കെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും, ഇല്ലേ? ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറില് ആനന്ദക്കി ഫുൽച്ചനെ ഒരു നിബന്ധ പഠിച്ചായിരുന്നു. നമ്മൾ ഒരു കുറെ സംഭവങ്ങൾ നമ്മൾ പഠിച്ചു, അല്ലെ? അപ്പൊ നമുക്ക് ഒരാളെ സഹായിക്കാം, പല പല രീതികളിൽ നമുക്ക് സഹായിക്കാൻ പറ്റും. പൂർണ്ണമായിട്ട് നമുക്ക് അതിനെ പൂർത്തീകരിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു ചെറിയൊരു ആശ്വാസം നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഇല്ലേ? അപ്പൊ അതുപോലെയാണ് ഇവിടെ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും എല്ലാ വിഷമങ്ങളും നമുക്ക് തീർക്കാൻ പറ്റില്ല, പക്ഷെ ഒരു പരിധി വരെ നമുക്കത് സാധിക്കും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? അപ്പോ ലോകം ഉള്ളിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ജോലി ഒരിക്കലും അവസാനിക്കണം, നമ്മൾ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോകണം. ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നാണ് നെഹ്റുജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ്? പാവങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ അവരെ ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ ഒരിക്കലും ആ കടമ മറന്ന് ഇരിക്കരുത്. നമ്മൾ ആ ഒരു കടമ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് നെഹ്റുജിയുടെ അഭിപ്രായം. तो और इसलिए हमें परिश्रम करना होगा ताकि हम अपने सपनों को साकार कर सके. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഹമേ പരിശ്രം കർണ ഹോഗ. നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? പാവങ്ങളുടെ കണ്ണുനീർ ഒപ്പാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. താക്കി ഹം അപ്നെ സപ്നോം കോ സാകാർ കർ സകെ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ. എന്താണ് നമ്മുടെ സ്വപ്നം? പാവങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് മാറ്റുക. അത് മാറ്റുക. എങ്കിൽ മാത്രമേ നമ്മുടെ സ്വപ്നം സഫലീകരിക്കുകയുള്ളൂ. നമ്മുടെ ശരിക്കുള്ള ലക്ഷ്യം, നമ്മുടെ സ്വപ്നം എന്താണെന്ന് നേരത്തെ നെഹ്റുജി പറഞ്ഞു. എന്താണ്? ഹ്യൂമാനിറ്റി. ഗരീബി കോ മിട്ടാന, അജ്ഞാനത കോ മിട്ടാന, ബീമാരിയും കോ മിട്ടാന ഓർ അസമാനത കോ മിട്ടാന, അല്ലെ? ഈ 4 കാര്യങ്ങളും തുടച്ചു നീക്കിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? നമ്മുടെ സ്വപ്നം പൂർത്തിയാകത്തുള്ളൂ, അല്ലെ? ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ, രോഗങ്ങളില്ലാത്ത ഇന്ത്യ, സമത്വമുള്ള ഇന്ത്യ, അതുപോലെ എന്താണ്, എന്തൊക്കെ പറഞ്ഞു ഞാന്? ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യ, അതോടൊപ്പം എല്ലാവർക്കും വിദ്യാഭ്യാസം, അല്ലെ? വിദ്യാഭ്യാസമുള്ള എല്ലാ രംഗങ്ങളും അറിവ് നേടിയ ഇന്ത്യ. അപ്പൊ ഈ 4 കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ, നമ്മൾ ആ 4 കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്താൽ മാത്രമേ നമ്മുടെ സ്വപ്നം പൂർത്തിയാകത്തുള്ളൂ. അതാണ് നമ്മുടെ സ്വപ്നം. എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പിന്നെ എന്താണ്? എല്ലാവർക്കും എഡ്യൂക്കേഷൻ, അതുപോലെ രോഗം തുടച്ചു മാറ്റൽ, അതുപോലെ തന്നെ
അണിക്വാലിറ്റി, അല്ലേ അല്ലേ? ആ ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ എന്ത് നമ്മുടെ സ്വപ്നം ഇതായിരിക്കണം. നമ്മുടെ ശരിക്കുള്ള സ്വപ്നം അതാണ്. ഇത്തരം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ നിരന്തരം പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വപ്നം സഫലീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ആരാണ്? നെഹ്റുജി. നെഹ്റുജി ഓർമ്മിപ്പിക്കുകയാണ്. ഇത്രയും മനസ്സിലായോ? മനസ്സിലായി. ബാക്കി എടുക്കട്ടെ, കുറച്ചുകൂടിയേ ഉള്ളൂ, അപ്പൊ ഈ പാഠം തീരും. ഒരു ചെറിയ പാരഗ്രാഫ് കൂടെ പൂർത്തിയാക്കിയാലോ? ആ ടീച്ചർ. ഓക്കെ, നോക്കൂ. वे सपने भारत के लिए है और साथ ही वे पूरे विश्व के लिए भी है. അപ്പൊ ആ ഒരു സ്വപ്നം എന്താണ്? സ്വപ്നം ഗരീബി ഹട്ടാന, ഗരീബി മിട്ടാന, എല്ലാവർക്കും പിന്നെന്തുവാ? എഡ്യൂക്കേഷൻ കൊടുക്കുക, അജ്ഞാനത കോ മിട്ടാന, ബിമാരിയോ കോ മിട്ടാന, അസമാനത കോ മിട്ടാന. അത് ആ ഒരു സ്വപ്നം ഭാരത് കെ ലിയെ ഹെ, എന്തിനു വേണ്ടിയാണ്? ഭാരതത്തിന് വേണ്ടിയാണ്. പർ സാഥി, പക്ഷെ കൂടെ എന്തുണ്ട്? പൂരെ വിശ്വ കെ ലിയെ ബി ഹെ. നമ്മുടെ ഭാരതത്തിൽ മാത്രം അങ്ങനെ ഒരു നേട്ടം കൈവരിച്ചാൽ പോരാ, ഭാരതത്തിലും ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ട്. കൂടെ തന്നെ എന്താണ്? ലോകത്തിലുള്ള ഇത്തരം ഒരു കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് തന്നെ ഉറച്ചു മാറ്റണം എന്നാണ് നെഹ്റുജി നമ്മളോട് പറയുന്നത്. ആജ് കോയി ഖുദ് കോ ബിൽക്കുൽ അലഗ് നഹി സോച്ച് സക്ത. ഇന്ന് നമുക്ക് ആർക്കും തന്നെ സ്വയം ബിൽക്കുൽ അലഗ്, ഒന്നിൽ നിന്ന് നമുക്ക് വേറിട്ട് നിൽക്കാൻ സാധിക്കും. നമ്മളെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. നമുക്കിപ്പോ ഇന്ത്യക്ക് മാത്രം നിന്നുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ മറ്റു ലോകങ്ങളെ ആശ്രയിക്കുന്നു, ലോകങ്ങളെയും. ഇപ്പൊ കേരളം എന്ന് പറയുമ്പോൾ കേരളത്തിന് മാത്രം ഒരു നിലനിൽപ്പുണ്ടോ? ഇല്ല. നമ്മൾ പല കാര്യങ്ങൾക്കും ആരെ ആശ്രയിക്കുന്നു? അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. ഇപ്പൊ അരിക്കും പച്ചക്കറിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ പരസ്പരം ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരിക്കലും ഇന്ത്യക്ക് വേറിട്ടൊരു നിലനിൽപ്പില്ല. പരസ്പരം എന്ത് ചെയ്യണം? പരസ്പര ധാരണയോടുകൂടി പരസ്പരം നമ്മള് ബന്ധങ്ങൾ സ്ഥാപിച്ച് തന്നെ മുന്നോട്ട് പോകണം. ലോകരാജ്യങ്ങളുമായിട്ട് നമുക്ക് പല കാര്യങ്ങളിലും ബന്ധങ്ങളുണ്ട്, അല്ലെ? അപ്പോ അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഒരിക്കലും നമുക്ക് വേറിട്ടൊരു നിലനിൽപ്പില്ല. സഭി രാഷ്ട്ര और लोग एक दूसरे से बड़ी സമീപता से जुड़े हुए. എല്ലാ രാഷ്ട്രങ്ങളും ആളുകളും പല കാര്യങ്ങളിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. शांति को अविभाज्य कहा गया है, इसी तरह से स्वतंत्रता भी अविभाज्य है. शांति माने क्या है? സമാധാനം, പീസ്, അല്ലെ? അപ്പൊ ശാന്തി ഒരു അവിഭാജ്യ ഘടകമാണ്. അതുപോലെ തന്നെ സ്വതന്ത്രതാഭി അവിഭാജ്യ. സ്വാതന്ത്ര്യവും അതുപോലെ അവിഭാജ്യമായ ഒരു നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഘടകമാണ് സ്വാതന്ത്ര്യവും അതുപോലെ ശാന്തിയും ഒക്കെ. സമൃദ്ധി ബി ഓർ വിനാശ് ബി. സമൃദ്ധിയും ഉണ്ട്, അതോടൊപ്പം എന്തുകൊണ്ട്? വിനാശവും ഉണ്ട്. നമ്മളിന്ന് കാണുന്നു, അല്ലെ? നമ്മളിന്ന് എന്തിന്റെ ഇതിലാണ്? നമ്മളിപ്പോ കോവിഡ് എന്ന മഹാമാരിയിൽ പെട്ടുകിടക്കുകയാണ് നമ്മളെല്ലാവരും, അല്ലെ? ഇതൊക്കെ ശരിക്കും ഇതിനുള്ള കാരണക്കാരൻ ആരായിരുന്നു? ചിലരും പറയുന്നത് ചൈനീസിന്റെ ബയോളജിക്കൽ വെപ്പൺ ആണെന്ന് പറയുന്നു, അല്ലെ? ചൈനക്കാരുടെ ബയോളജിക്കൽ വെപ്പൺ ആണ് കോവിഡ് എന്നാ പറയുന്നത്. കാരണം അവർക്ക് ലോകരാഷ്ട്രങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കണം എന്ന ചിന്താഗതിയോട് ചെയ്യുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോ സമൃദ്ധി ഉണ്ടാകുമ്പോൾ അതോടൊപ്പം എന്തുമുണ്ടാകും? നശിപ്പിക്കണം എന്ന ചിന്താഗതി കൂടെ ഉണ്ടാകും, അല്ലെ? പരസ്പരം യുദ്ധം ചെയ്ത് ആധിപത്യം സ്ഥാപിക്കണം എന്ന ഒരു ധാരണയും കൂടി എല്ലാവരിലും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്, അല്ലെ? ആണോ? അതെ, ആണ്. അപ്പൊ സമൃദ്ധിയുണ്ട്, അതോടൊപ്പം തന്നെ വിനാശവും കൂടി വരുന്നുണ്ട്. അപ്പൊ ഹം ദുനിയാക്കോ ചോട്ടെ ചോട്ടെ ഹിസ്സോ മേ നഹീ ബാന്റാ ജാ സക്താ. ഇനി നമുക്ക് നമ്മുടെ നമ്മുടെ നാടിനെ, നമ്മുടെ ലോകത്തെ പല ചെറിയ ചെറിയ പീസുകൾ, ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമുക്ക് ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ബാണ്ടന മീൻസ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? നമുക്ക് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കണം, അല്ലെ? എന്തിനും നമുക്ക് ആശ്രയം വേണം. ഒരിക്കലും നമുക്ക് സ്വയം നിന്നുകൊണ്ട് നമുക്കൊരു ഒറ്റ രീതിക്ക് നിന്ന് ഒരു നിലനിൽപ്പില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. പരസ്പരം നമ്മൾ ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. तो हमें സ്വതന്ത്ര ഭാരത് കാ മഹാൻ നിർമ്മാൺ കർണാ ഹെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്വതന്ത്രമായ ഭാരതത്തിന്റെ ഒരു മഹത്തായ നിർമ്മാണം നമ്മുടെ കൈകളിലുണ്ട്. എന്താണ് മഹത്തായ നിർമ്മാണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സ്വതന്ത്ര ഭാരതത്തിന്റെ മഹത്തായ നിർമ്മാണം എന്താണ്? മഹത്തായ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അല്ലെ? എഡ്യൂക്കേഷൻ കൊടുക്കുക, അല്ലെ? എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ പൂർണ്ണമായിട്ട് നിറച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള മഹത്തായ ഒരു ഭാരതം എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ.
നിർമ്മാൺ കർണാഹെ. അപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നവരെ നമ്മുടെ കടമകൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കണം എന്നാണ് ആരുടെ അഭിപ്രായം? നെഹ്റുജിയുടെ അഭിപ്രായം. ജഹാം ഹമ ഉസ്കെ സാരെ ബച്ചേ മഹത്തായ ഭാരതം നിർമ്മിച്ചാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കൾ എന്നുള്ള ആരാണ്? ആരാണ്? ഭാരതീയര് അല്ലെ? അപ്പൊ മഹത്തായ ആ ഒരു ഇന്ത്യയെ സൃഷ്ടിച്ചാൽ മാത്രമേ നമ്മുടെ ഭാരതീയർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടി ശരി തന്നെയാണ്, പക്ഷെ നമുക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പല മേഖലകളിലും ചെയ്യാനുണ്ട്. അത് മറന്നു പോകരുത് എന്നാണ് ഗാന്ധിജി പിന്നെ നമ്മുടെ നെഹ്റുജി ഈ ഒരു സ്പീച്ചിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി ടീച്ചർ. മനസ്സിലായി. ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ള ഡൗട്ട്സും ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ ഓക്കെ ടീച്ചർ. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ മാതൃഭൂമിയുടെ നോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ വരും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എന്നാണ് ഇനി? ട്യൂസ്ഡേ ആണോ? സെക്കൻഡ് ഇയറിന് ഫസ്റ്റ് ബാച്ച് ഉണ്ടല്ലോ, ഫസ്റ്റ് ഡേ ക്ലാസ് ഉണ്ടല്ലോ ഇല്ലേ? ഇനി എന്നാണോ ക്ലാസ് ഉള്ളത് അന്ന് വരുമ്പോ മാതൃഭൂമിയുടെ നോട്ട് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരണം കേട്ടോ. കേൾക്കുന്നുണ്ടോ? ടീച്ചർ. ഓക്കെ, ഞാൻ ഗ്രൂപ്പിൽ നോട്ട് ഷെയർ ചെയ്തേക്കാം, എഴുതി വരിക. അത് റഫ് ബുക്കിലല്ല എഴുതേണ്ടത്, ഹിന്ദി നോട്ട് തന്നെ ആയിരിക്കണം കേട്ടല്ലോ. ബോയ്സ് ഒക്കെ കേൾക്കുന്നുണ്ടോ? ബോയ്സ് ആരും ഇല്ലേ? ഓക്കെ, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ നോട്ട് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണേ. ഓക്കെ, ബൈ ബൈ ബൈ.